ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ബനാന കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഇതിന് ഞാൻ ബീറ്ററും ഓവനും ഒന്നും യൂസ് ചെയ്യണില്ല. ഇത് ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയായ ഒരു കേക്കാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കാം. അതിലേക്ക് ബനാന കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ബനാനയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ബനാന ആണെങ്കിൽ 2 എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിത് കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബനാന നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി അരച്ചെടുക്കണം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബനാന ബാറ്ററിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോക്കോ സ്പാച്ചിൽ വെച്ചിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ ബാറ്ററി നല്ല തിക്കുണ്ട്. നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ പകരം നമുക്ക് പാലും വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തിക്ക് പാടില്ല ബാറ്റർ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ ടിന്നിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ പേപ്പർ എടുത്ത് വെക്കാം. ഇനി നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് നല്ല ചൂടായ പോട്ടാണ്. ഇനി അതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടിത് അടിച്ച് വെച്ച് 30 to 35 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ
അപ്പോൾ ഇവിടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായ കേക്കാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയായ കേക്കാണ്. ഇതെന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ നല്ല റെസിപ്പിയുമായി വരാം. താങ്ക് യു.